പെട്ടെന്ന് ക്യാരക്ടറിനെ പറ്റി ചോദിച്ചപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി പോയതാണ്. ദൃശ്യം 1 അഞ്ജുവിന്റെ ക്യാരക്ടർ വളരെ ഈ പറഞ്ഞതുപോലെ വളരെ നോർമൽ ആയിട്ടുള്ള കുട്ടിയാണ്. ഈ ഇന്നത്തെ കാലത്തെ പോലെയുള്ള സോഷ്യൽ മീഡിയ ഒന്നും എത്തിപ്പെട്ടിട്ടില്ല. ആ കുട്ടി ഒരുപാട് സോഷ്യലി അങ്ങനെ എല്ലാവരും അറിയുന്നതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടോ അങ്ങനെയുള്ള ഈ പുതിയ ടെക്നോളജി കാര്യങ്ങളൊന്നും അറിയാത്ത ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്നിട്ടുള്ള വളരെ ഇന്നസെൻസ് ഉള്ള ഒരു കുട്ടിയാണ്. ഒരു മലയോര പ്രദേശത്ത് താമസിക്കുന്ന ഒരു കുട്ടി, പക്ഷെ ഭയങ്കര ഒബീഡിയന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ചെയ്തതൊരു വലിയ ക്രൈമാണെന്ന് തിരിച്ചറിയുന്ന പ്രായത്തിൽ തന്നെയാണ് ഈ ക്രൈം ചെയ്തു പോയത്. അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര ട്രോമയായിട്ട് മനസ്സിൽ കിടപ്പുണ്ട്. അത് ദൃശ്യം 2 എത്തി കഴിഞ്ഞപ്പോഴും ആ ട്രോമ അകത്തുണ്ട്. പക്ഷെ ഇത്രയും സപ്പോർട്ടീവായിട്ടൊരു അച്ഛൻ, അമ്മ, അനിയത്തി, അത് ആ കുട്ടിയുടെ വേൾഡ് എന്ന് പറയുന്നത് ഇവരാണ്, ഈ ഒരു ഫാമിലിയാണ്. അപ്പൊ അവരെ ചുറ്റിപ്പറ്റിയാണ് ആ കുട്ടിയുടെ ജീവിതവും. അപ്പൊ അവൾക്ക് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ ചെയ്തതൊരു തെറ്റാണ്. ഒരു കൊലപാതകം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തെറ്റായിട്ടത് മനസ്സിലുണ്ട്. ആക്സിഡന്റ് ആണെങ്കിൽ പോലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത അവളുടെ മനസ്സിലുണ്ട്. ആ തെറ്റ്, അതിന്റെ വേദന എല്ലാം ഉണ്ട്. ഇനി ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളൊരു ഭയമുണ്ട്. ഇതിലെല്ലാം ഉപരി ഈ അച്ഛനും അമ്മയും അനിയത്തിയും ഇത്രയും സ്നേഹിച്ച് ഇത്രയും പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ഒരു വിഷമമുണ്ട്. അവർക്ക് വേണ്ടിയാണല്ലോ ഇവരെല്ലാം ഇത്രയും ത്യാഗം സഹിക്കുന്നതെന്ന്. എസ്പെഷ്യലി അച്ഛൻ കുറച്ചും കൂടെ ഓവർ കൺസേൺ ആണ്. മകൾക്ക് എന്തെങ്കിലും പറ്റുമോ, മകൾക്ക് വേണ്ടിയിട്ട് മാത്രം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. എല്ലാ തെറ്റും എല്ലാ ചീത്തപ്പേരും എല്ലാം കേട്ടോണ്ടിരിക്കുന്ന അച്ഛനാണ്. ദൃശ്യം 2 കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ മെസ്സേജ് ആയിരുന്നു വന്നിരുന്നത്. ഇങ്ങനൊരു അച്ഛനെ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ഭാഗ്യം ചെയ്യണം എന്ന് ചോദിച്ചിട്ട് അത്രയും പെൺകുട്ടികൾ അങ്ങനെ മെസ്സേജ് അയച്ചപ്പോ ശരിക്കും അതൊരു ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ്. ഇപ്പോഴും അങ്ങനെ ഒരു അച്ഛനെ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ എന്റെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പറയാറുണ്ട്. ദൃശ്യം 3 എത്തുമ്പോഴും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ അച്ഛൻ, അമ്മ, സഹോദരി എല്ലാം ഉണ്ട്. പക്ഷെ അച്ഛനുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഇച്ചിരി കൂടുതലാണ്. അച്ഛൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നോ പറയാനൊരു മടിയുള്ള ആളാണ്. കാരണം അച്ഛൻ ജീവിക്കുന്നതും അച്ഛൻ എന്ത് ചെയ്യുന്നതും ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അച്ഛൻ്റെ അടുത്തൊരു ചെറുതായിട്ട് നോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പോലും അത് പറയാൻ അവർക്ക് പറ്റില്ല. അത് മുഖഭാവത്തിലൂടെ പോലും കാണിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും അച്ഛൻ്റെ അടുത്ത് സ്നേഹം കൂടുതലുള്ള ഒരു മകളാണ്. അമ്മയുടെ അടുത്തും അതുപോലെയാണ്, സഹോദരിയുടെ അടുത്തും അതുപോലെയാണ്. അപ്പൊ 3 വരുന്ന സമയത്ത് ആ കുട്ടി ഇനി മുന്നോട്ട് എന്താണ് അനുഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും, ഈ ഫാമിലി എങ്ങനെയായിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ട്. ആ ക്വസ്റ്റ്യനുള്ള ആൻസർ 21-ാം തീയതി ലാലേട്ടന്റെ ബർത്ത്ഡേയുടെ അന്ന് ദൃശ്യം 3 റിലീസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. താങ്ക് യു.